Hi everyone, welcome to the channel Swastha Foods. അപ്പോൾ നെല്ലിക്ക ഉപ്പിലിടാൻ വേണ്ടി ഞാനിവിടെ 1/2 കിലോ നെല്ലിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട് കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ടിട്ട് കഴുകിയെടുക്കാം. കഴുകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലോണം കഴുകിയെടുക്കുക. നെല്ലിക്കയെല്ലാം നല്ലോണം കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നല്ലോണം തുടച്ചെടുക്കാം. വെള്ളം എല്ലാം പോകത്തക്കവണ്ണം നല്ലോണം തുടച്ചെടുക്കുക. ഇനി നെല്ലിക്കയുടെ അകത്ത് ഉപ്പും മുളകും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അങ്ങനെ എല്ലാ നെല്ലിക്കയും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഇനി ഗ്യാസിൽ ഒരു 2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. ഇപ്പോൾ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇത് തണുപ്പിച്ചെടുക്കാം. ഒരു ചെറിയ ചൂടോട് കൂടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഞാൻ എടുത്തേക്കുന്നത് 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ നടുക്കൂടെ ഒന്ന് കീറാം. ഇങ്ങനെ നടുക്കൂടെ ഒന്ന് കീറുക. ഇനി ഒരു ബോട്ടിൽ എടുക്കുക. ഗ്ലാസിൻ്റെ ബോട്ടിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. അതാണ് കുറച്ചും കൂടി നല്ലത്. ഭരണി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇനി ഇതിനകത്തിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് 2 ടേബിൾ സ്പൂൺ കല്ലുപ്പാണ്. കല്ലുപ്പില്ലെങ്കിൽ സാധാരണ ഉപ്പൊടി ഇടാവുന്നതാണ്. ഇത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിനകത്തിലോട്ട് നമ്മൾ നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ തിളപ്പിച്ചരച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നെല്ലിക്ക ഉപ്പിലിട്ടോടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഉപ്പും എരിവും എല്ലാം കാണും. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.